ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിദാസ് വൈബ്രൻറ്റ് വിഷൻസ്. അപ്പോൾ ഇന്ന് തമ്മിൽ നമുക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു ഓണം വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ പുതിയ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ചെറിയച്ഛനാണ് ഈ ഓണക്കോടി എടുത്തത്. നല്ലൊരു അടിപൊളി ധാവണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മുല്ലയൊക്കെ വാങ്ങാൻ ഇപ്പോൾ പുറത്തു പോയിട്ട് എപ്പോഴും ഓരോ ആവശ്യം വരുമ്പോൾ വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് മുല്ലയൊക്കെയാണ് തലയിൽ വെച്ചിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓണക്കോടി എടുത്തോ? എന്താണ് ഓണവിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെല്ലാവരും തറവാട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് എല്ലാവരും രാവിലെ തന്നെ തറവാട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം തറവാട്ടിൽ ഇപ്പോൾ ആരും താമസിക്കാത്തതുകൊണ്ട് അവിടെ പൂക്കളിടാറും ഒന്നുമില്ല. അപ്പോൾ തിരുവോണ ദിവസം പോയപ്പോൾ ഞാനൊന്ന് പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ട് അണിയാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ ഞാൻ പറിച്ചു. അപ്പോഴേക്കും അതൊക്കെ ഞാൻ എടുത്തിട്ട് വരുമ്പോഴേക്കും അമ്മ മുറ്റമൊക്കെ അടിച്ചൊക്കെ വാരി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ പാളില്ലാത്തതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടാറ് അവിടെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊന്ന് നടന്ന് വരാൻ പറഞ്ഞപ്പോഴേക്ക് അമ്മ നല്ല സ്റ്റൈലിൽ നടന്ന് വരവാണ് നിങ്ങളിത് കാണുന്നത്. പിന്നെ ഇത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുത്തൊരു ഓണക്കോടിയാണ്, എൻ്റെ ഒരു കുഞ്ഞു സമ്മാനം. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അരിപ്പൊടിയിൽ ചെമ്പരത്തി കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കിട്ടും, അങ്ങനെ അണിയുമ്പം ഈ മാവ് വെച്ച് അണിയുമ്പം കൊഴുപ്പോടെ അണിയാൻ പറ്റും എന്ന്. അപ്പം അത് കേട്ടപ്പം സത്യമാണോ, എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നിഷ്കളങ്കയായിട്ടുള്ള ഞാൻ ആ അരിപ്പൊടിയിൽ കൊണ്ടുപോയി ചെമ്പരത്തി കൊണ്ടുപോയി ഇട്ട് പിഴിഞ്ഞ് അത് രണ്ടും കൂടി കലക്കി ലാസ്റ്റ് ഇതുപോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ട് അണിയണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ശരിക്കും എനിക്കറിയില്ല കേട്ടോ, എപ്പോഴും എനിക്കറിയില്ല അച്ഛനെ പറ്റിക്കാൻ പറഞ്ഞതാണോ സത്യമായിട്ട് പറഞ്ഞതാണോ എന്ന്. കാരണം അച്ഛന് ഈ സത്യം പറയുന്ന പോലെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല കഴിവുണ്ട്. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ ചാണകമൊക്കെ മെഴുകാൻ പറഞ്ഞു. എനിക്ക് ചെറിയൊരു മടി, അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ചാണകമൊക്കെ മെഴുകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ അണിയലിൻ്റെ ABCD അറിയില്ല, പിന്നെ ഇവിടെ കുറ്റം പറയാനും തെറ്റ് കണ്ടുപിടിക്കാനും ആരും ഇല്ല എന്നിട്ടുള്ള ഒരേ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അണിയാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പൂവും കായും വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വരച്ച് ലാസ്റ്റ് വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയി മാറി. അതിൻ്റെ ഇടയിൽ തറവാട്ടിൽ ഉണ്ടായിരുന്ന ഒരു നായക്കുട്ടി വന്നിട്ട്, നായക്കുട്ടിയില്ല, വലിയൊരു നായയാണ്, അവൻ വന്നിട്ട് ഈ അണിയുന്ന മാവൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. എത്ര വട്ടം ഞാൻ അതിനെ ഒട്ടിച്ച് വിട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെയും കഴിക്കാൻ വേണ്ടി ഞാൻ അതിനെ കുറേ വട്ടം ഒട്ടിച്ച് വിട്ടു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കണിഞ്ഞ് കുളമാക്കി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് കുറച്ച് പൂവിടാന്ന് വിചാരിച്ചപ്പോഴേക്ക് പൂവിടുമ്പോൾ ഞാൻ ചട്ടിയിൽ ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ താഴെ പോയി. അങ്ങനെ ലാസ്റ്റ് കുറച്ച് പൂവും വലിച്ചിട്ട് പൂക്കളം ഞാൻ ആകെ ചളകൊളമാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് കുറച്ചൊക്കെ ചെയ്തുള്ളൂ. പിന്നെ അങ്ങോട്ട് അടുക്കളയിൽ പോയപ്പോഴേക്ക് അവിടെ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ചെറിയമ്മയാണ്. ചെറിയമ്മയും അമ്മയൊക്കെ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും പിന്നെ ചെറിയമ്മയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്, 3 പേരും. അങ്ങനെ എന്നിട്ട് എന്നോട് പയർ എങ്ങനെ നുറുക്കണം എന്നുള്ളത് അമ്മ ഡെമോ വരെ കാണിച്ചു തന്നിട്ട് പോയി. വർണ്ണശലഭങ്ങളായിട്ടുള്ള പച്ചക്കറികൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാനേ തോന്നുള്ളൂ. അപ്പം അമ്മ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് ഞാൻ പയറിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് അവിടെ വെച്ചു. എന്നിട്ട് അതിന് ശേഷം അരിയാനുള്ളതൊക്കെ അരിഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ച് അവർ വർത്താനം പറയുന്നതൊക്കെ കേട്ട് ചിരിച്ച് അത് അവിയലും എങ്ങനെ അരിയണം, ഓരോന്നും എത്ര വലുപ്പത്തിൽ അരിയണം എന്നെനിക്ക് ചെറിയമ്മ കാണിച്ചു തരികയാണ് അവിടെ. അതൊക്കെ കണ്ടു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന കുറേ നേരം അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ ഒരു ശബ്ദവും പാട്ടും മേളവും ഒക്കെ കേട്ടിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ മാവേലിയും ഘോഷയാത്രയായിട്ട് ഒരുപാട് പേരും അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിയെത്തിയാലും വീഡിയോയിൽ കറക്റ്റ് ക്യാപ്ചർ ആവില്ല എന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിയില്ല. പിന്നെ ചെറിയമ്മ വന്നപ്പോൾ ചെറിയമ്മ മാവേലിക്ക് പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അടയൊക്കെ കൊണ്ടുവന്നു. കണ്ട താമസം ഞാൻ 2 എണ്ണം എടുത്ത് അകത്താക്കി. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടയും കൂടി ഞാൻ അകത്താക്കുമോ എന്ന് പേടിച്ചിട്ട് ഓരോരുത്തർ അവരവരുടെ അടി ഇരുന്ന് അകത്താക്കുന്നുണ്ട്. പിന്നെയോ സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാവണ്ടേ, ഓരോരുത്തരിങ്ങനെ പണിയിലാണ്. ചെറുമ്മ ഇവിടെ ഓലനോ എന്തിനോ വേണ്ടിയിട്ട് മത്തനൊക്കെ നുറുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളമൊക്കെ ചെറിയെടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്യാമറ കാണിക്കുമ്പോൾ ചെറിയമ്മ മാത്രം അണിഞ്ഞോട് ഹായ് കാണിച്ചത്. താങ്ക് യു ചെറിയമ്മേ. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓരോരോ സദ്യവട്ടങ്ങൾക്ക് ഓരോന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു സദ്യ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അവിയലുണ്ട്, ഓലനുണ്ട്, കാളനുണ്ട്, രസം, സാമ്പാർ,
ഉപ്പേരി, അങ്ങനെ സദ്യ വിഭവങ്ങൾ ഇങ്ങനെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. പിന്നെ ഇഞ്ചിപ്പുളിയൊക്കെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ. പിന്നെ എന്തായിരുന്നു, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്ന പണിയിൽ അങ്ങനെ തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിൽ. അതിൻ്റെ ഇടയിൽ എന്താണ്, പഴം പുഴുങ്ങാനായിട്ടുള്ള പഴമൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ അതാ അവിടെ 3 പേര് എന്തോ അവിടെ കണ്ടിൻ്റെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. അതാ 3 സഹോദരങ്ങൾ ഒരുമിച്ച് ബാക്കിയുള്ള സദ്യവട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അമ്മമാരാണ്. ഇവർ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഇവരുടെ ജാട എന്താണ്, ഞാൻ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഫോൺ എടുത്ത് കണ്ടിലിടാൻ നോക്കി. പിന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരോടൊക്കെ സാമൂഹിക അകലം പാലിച്ചിട്ടേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങാപ്പാലൊക്കെ അരച്ചൊരു പായസം ഉണ്ടാക്കാമെന്ന് അവർ 3 പേരും കൂടി ഏറ്റിട്ടുള്ളതാണ്. പായസമായോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അവരോ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട് എന്താണ് തേങ്ങാപ്പാലൊക്കെ ചിരവി പിഴിഞ്ഞ് ഒഴിച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പായസമൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും 3 പേരും കൂടിയിട്ട് പായസം ഉണ്ടാക്കലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്താ നല്ല അടിപൊളി പോസുകളൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുമ്പോൾ നിൽക്കുന്നത്. ശർക്കരയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്താ സൂപ്പർ. അതൊക്കെ കഴിഞ്ഞ് സദ്യ ഉണ്ടാകാൻ വേണ്ടി മുത്തശ്ശി അവിടെ ഡൈനിങ് ടേബിളിലിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, നിലത്തങ്ങോട്ട് നിരന്നിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും താഴെയിരുന്നു. മുത്തശ്ശി അവിടെ ഡൈനിങ് ടേബിളിലിരുന്നു. പിന്നെ ബാക്കി അമ്മമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ മാത്രം എന്ത് ചെയ്തു, ഇനി അവർ മാത്രം ഇവിടെ തറയിലിരിക്കണ്ടേന്ന് വിചാരിച്ച് മടി കാരണം അവരും അവിടെ ഡൈനിങ് ടേബിളിലിരുന്നു. തറയിലിരിക്കാൻ വയ്യ, എല്ലാവർക്കും പ്രായമായി വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടോ പിന്നെ എന്തായി, പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണവും സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന അതേ ഇൻട്രസ്റ്റോടെ വേണമല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ. അങ്ങനെ പാത്രം കഴുകും പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്തായാലും അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ മധുരം വേണം. അങ്ങനെ ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു മധുരം വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു, ഐസ്ക്രീം. അപ്പം നമ്മളുടെ ഓണം വ്ളോഗ് ഇന്ന് അവസാനിക്കുന്നത് എൻ്റെ സഹോദരന്മാരുടെ അടിപൊളി മാസമായിട്ടുള്ള ഒരു നടത്തത്തിലൂടെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.